നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നീലാംബരി പരട്ടിയതാണ് കേട്ടോ ഞാനിത്. ഇന്നലെ ഫസ്റ്റ് പാക്ക് പറഞ്ഞല്ലോ, ഹെയർ ഡൈയുടെ ഫസ്റ്റ് പാക്ക്. ഇന്ന് സെക്കൻഡ് പാക്കായ നീലാംബരി അപ്ലൈ ചെയ്താണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് എടുക്കുന്നുണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് കേട്ടോ. അപ്പോൾ നല്ലോണം നല്ല കളറും കിട്ടും, നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും മുടി. പിന്നെ കൂടാതെ ഹെയർ ഫോള് കുറയും. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ നരച്ചവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും മുടി നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കാൻ സാധിക്കും ഈ പാക്ക് രണ്ടും ഉപയോഗിച്ചാൽ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബീറ്റ്റൂട്ട് ഹെന്നയുടെ. പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയണതാണ് കേട്ടോ. അപ്പം നമ്മുടെ കുറേ ഫാമിലിയിലെ കുറേ ആൾക്കാർ അത് തേക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു. ശാലിനിജി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അല്ലേ. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇത് പലരും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. ചിലവർക്ക് അപ്പോൾ ആ ഒറ്റ പാക്ക് മാത്രം മതിയാവും കേട്ടോ. ഈ ബീറ്റ്റൂട്ട് ഹെന്നയിൽ ചെയ്യുന്ന ഒറ്റ പാക്ക് കൊണ്ട് മുടിക്ക് കളർ കിട്ടും. മുടി പലർക്കും പല രീതിയിലാണല്ലോ, മുടിയുടെ ടെക്സ്ചറൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലവർക്ക് ഫസ്റ്റ് പാക്ക് മാത്രം മതി ഈ ഹെന്നയിൽ കേട്ടോ. ബീറ്റ്റൂട്ടിൽ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ അത് തേക്കുമ്പോൾ ചിലവർക്ക് ആ ഫസ്റ്റ് പാക്ക് മാത്രം മതി. എന്നോട് വിളിച്ച് പറഞ്ഞു ആ ഫസ്റ്റ് പാക്ക് മാത്രം മതി, എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ. അതായത് മുടി നരച്ചവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഈ പറയുന്ന ഹെയർ ഡൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഭാവിയിലേക്കുള്ള മുടി നരയ്ക്കുന്നതിനെ ഒഴിവാക്കാൻ സാധിക്കും നമുക്ക്. നല്ലോണം മുടിയെ കെയർ ചെയ്യാനും സാധിക്കും ഈ ഫസ്റ്റും സെക്കൻഡ് പാക്ക് ഉപയോഗിക്കുമ്പോൾ. ഇനി മുടി നരയ്ക്കാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ബീറ്റ്റൂട്ട് ഹെന്നയിൽ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ അതും നല്ല സൂപ്പർ പാക്കാണ്. എല്ലാവരും എല്ലാ പാക്കും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് വളരെയധികം നന്ദി കേട്ടോ. ജയലക്ഷ്മി, ശ്രീലക്ഷ്മി, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായം അല്ലാതെയുള്ളവരും കേട്ടോ, പേര് എല്ലാവരുടെ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ചിലരുടെ പേര് അറിയാം, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കേട്ടോ. ഈ അധികം പൈസ ചിലവാക്കാതെ തന്നെ നമുക്ക് നമ്മുടെ മുടി കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന വിദ്യകളൊക്കെയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് ചായയിൽ ഹെന്ന ചെയ്യുന്നത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾക്ക്. പിന്നെ ഈ ഡൈ ഒക്കെ ചെയ്തിട്ട് ഹെയർ ഡൈ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ടിപ്പ് ഏതാണെന്ന് നേരത്തെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അലോവേരയും ഒലിവ് ഓയിലാണ് കേട്ടോ. നിങ്ങൾ ഈ ടിപ്പ്, അതായത് ഈ ഹെയർ ഡൈ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അലോവേരയും ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ടുള്ള ടിപ്പ് തേച്ചോളൂ. ഒന്നും കൂടി ബ്ലാക്ക് ആവും കേട്ടോ, നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ അതും റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും നല്ല റിസൾട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും കേട്ടോ. നീലമരിക്ക് ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നീലമരിയുടെ പൊടി. അപ്പോൾ ആ പ്രോസസ്സിങ്ങിൽ വരുന്ന തകരാറ് കൊണ്ട് നമുക്ക് അലർജി ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ആമസോൺ പോലെയുള്ള ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ ഞാൻ പറയുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് നോക്കൂ, നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഇങ്ങനെ ഈ ഹെയർ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, വേറൊരു ഗുണം കൂടി ഉണ്ട്. അതായത് മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇത് മറ്റേ ബീറ്റ്റൂട്ട് ഹെന്നയിൽ ചെയ്യുന്നത് ഒന്നുകൂടി സൂപ്പറായിരിക്കും. നല്ല തിക്നെസ് ഉണ്ടാവും മുടിക്ക്. കുഞ്ഞു മുടി നമുക്ക് ധാരാളം വളരും കേട്ടോ. മുടി നല്ല കളറ് കിട്ടും, നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് നമുക്ക് കിട്ടും. പിന്നെ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും എഗ്ഗ് ചേർത്തിട്ടുള്ളതൊക്കെ ചെയ്യാം. ഇടയ്ക്ക് എഗ്ഗ് ചേർത്തിട്ടുള്ളത് ചെയ്യുമ്പോഴത്തേക്കും നല്ല സിൽക്കി ഹെയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് പാക്കാണ് നമുക്ക് ചേരുന്നത്, ഏത് പാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് എന്നൊക്കെ നമ്മളെ തന്നെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹെയർ ഡൈ അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ഹെയർ ഡൈ ചെയ്യുമ്പോൾ നമ്മൾ തലമുടിയിൽ എണ്ണ ഉണ്ടാവരുത് കേട്ടോ, അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കാം. എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ കളർ പിടിച്ച് കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാം, ഭംഗിയായി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. മുടി കൊഴിച്ചിൽ നിൽക്കും, ഡാൻഡ്രഫ് ഉണ്ടാവില്ല, സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവില്ല, ഫ്രീസി ഹെയറൊക്കെ മാറും.
നമുക്ക് ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഇങ്ങനെ തേക്കുമ്പോഴൊക്കെ. അപ്പോൾ നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3, 4 ദിവസം മുമ്പ് നമുക്കിതുപോലെ ചെയ്യാം. അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ടിപ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴത്തേക്കും ആ ഫംഗ്ഷൻ്റെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുടി നല്ല സിൽക്കി ഹെയറായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ പലരും നല്ല അഭിപ്രായം പറയാറുണ്ട്. നല്ല മുടി, നല്ല ഭംഗിയുണ്ട്, അങ്ങനെയൊക്കെ വന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മുടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി വയസ്സായില്ലേ ഇനി എന്തിനാ മുടിയെന്ന് പലരും പറയാറുണ്ട്. അങ്ങനെയൊന്നും ഒരു വയസ്സല്ല കേട്ടോ. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ മുടി വേണം, നമ്മൾ ഭംഗിയായി കൊണ്ട് നടക്കാം. അത് അങ്ങനെ മുടിക്കൊന്നൊരു പ്രായമില്ല കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് നല്ല ഭംഗിയിൽ നടക്കാം. ആർക്കെങ്കിലും അങ്ങനെ വിഷമമുണ്ട്, മുടി നരച്ചതാണെങ്കിൽ നമ്മുടെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോളൂ, ഒക്കെ ഭംഗിയായി കിട്ടും കേട്ടോ. നരയൊക്കെ മാറി കിട്ടും. ഇപ്പോൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ കണ്ടു വന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവാം എങ്ങനെ മുടി കെയർ ചെയ്യണമെന്ന് കേട്ടോ. പിന്നെ പ്രധാനമായിട്ടും ഷാമ്പു, സോപ്പൊക്കെ വേണ്ടാന്ന് വെക്കണം കേട്ടോ. ഇടയ്ക്ക് ഈ ചെറുപയർ മുളപ്പിച്ചത് തലയിൽ തേക്കാം. അപ്പോൾ നല്ല പ്രോട്ടീൻ കണ്ടന്റ് ആയതുകൊണ്ട് മുടി തടസ്സമായി നിൽക്കുന്ന മുടി വരെ നമുക്ക് വളർന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ ഫോളിക്കിൾസ് വികസിക്കാനുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതുപോലെ മസാജ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കോമ്പിങ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുടി ഭംഗിയാക്കാൻ പറ്റും. അതുപോലെ വൈകുന്നേരങ്ങളിൽ മുടി വിടുത്തി പിന്നിയിട്ട് വേണം കിടക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴും ഗുണമുണ്ടാവും. ഇത് കൂടാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂറും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ചൂടുള്ള സമയത്തും നമുക്ക് നമ്മളെ ബാധിക്കുന്നില്ല അത്. നല്ല തണുപ്പുള്ള സമയത്തും നമുക്ക് ബാധിക്കുക. അപ്പോൾ ഏത് കാലാവസ്ഥയിലും നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഇതാണ് കേട്ടോ. ഏത് കാലാവസ്ഥയും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും, ഏത് കാലാവസ്ഥയിലും കേട്ടോ. ചൂട് കൂടുതൽ തോന്നില്ല, തണുപ്പ് കൂടുതൽ തോന്നില്ല, അങ്ങനെ ഇത്. പിന്നെ കൂടാതെ നമുക്ക് മുടിയാണെങ്കിലും കെട്ടുപണയാതെ ഭംഗിയായിട്ടൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ മുടി അങ്ങനെയായി, മുടി ഈ ടൂറൊക്കെ പോകുമ്പോൾ മുടി ധാരാളം ഈ ജട വരണു, അതുപോലെ പൊടികളാവണു എന്നൊക്കെ പറയും. അപ്പോൾ ഏത് ടൂറ് പോയി വന്നാലും എത്ര ദിവസം പോയി വന്നാലും നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ മുടി വൈകുന്നേരങ്ങളിലാണെങ്കിലും ടൂറ് പോകുന്ന സമയത്ത് നമ്മളൊന്ന് മുടിയൊന്ന് കെട്ടി വെക്കുക കേട്ടോ. പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത സമയത്ത് ചിലപ്പോൾ നമുക്ക് മുടി, ഇപ്പോൾ രാത്രി മുഴുവനും നമ്മൾ അമ്പലം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് മുടി കെട്ടി വയ്ക്കാൻ പറ്റില്ല. അല്ലാതെ ഉള്ള സ്ഥലം റൂമിലൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് മുടി കെയർ ചെയ്യാൻ പറ്റും കേട്ടോ. സത്യത്തിൽ 10, 12 ദിവസം ഞാൻ പോയിട്ടും ഞാൻ മുടിയിലൊരു ജെല്ലോ ഓയിലോ ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. കാരണം ഞാനൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. എന്നാലും തിരിച്ചു വന്നപ്പോൾ മുടി അതിൻ്റെ ടെക്സ്ചറിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ചില സാഹചര്യങ്ങളിൽ രാത്രി മുഴുവൻ അമ്പലത്തിലൊക്കെ ചെലവഴിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് മുടി പിന്നിടാൻ പറ്റിയിട്ടില്ല, വിടുത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്, ചൂട് കൂടുതലാണ്, നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, പറഞ്ഞ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, യൂറിൻ പാസ് ചെയ്യുക. വെള്ളം കുടിക്കാൻ മാത്രമല്ല യൂറിൻ പാസ് ചെയ്യുക. ഡേ ടൈമിലാണ് കേട്ടോ. ഡേ ടൈമിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് മുടി ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ നല്ലൊരു ടിപ്പുമായിട്ട് വരാം.